അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി എന്നും നിന്നിട്ടുള്ളത് അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും കൂടെ തന്നെയാണ്. IAEA ഒരു സ്വതന്ത്ര സംഘടനയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടുകളൊക്കെ നൽകുന്നത് അമേരിക്ക തന്നെയാണ്. ഇത് നയപരമായ തീരുമാനങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനവും നൽകുന്നുണ്ട്. അമേരിക്ക പറയുന്നത് IAEA ചെയ്യൂ എന്ന് മാത്രമല്ല, IAEAയുടെ തലപ്പത്ത് വന്ന പല ഉദ്യോഗസ്ഥരും പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുള്ളവരുമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ തന്നെ പറയൂ, ഇറാൻ എങ്ങനെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ വിശ്വസിക്കും? ഇറാനെ ഒറ്റപ്പെടുത്താനും ഇറാന്റെ വളർച്ച തടയാനും മാത്രമേ അമേരിക്കയും അതുപോലെ പാശ്ചാത്യ ശക്തികളും ശ്രമിക്കുകയുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ വളരെ സംശയത്തോടു കൂടി മാത്രമാണ് ഇവരുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്. വാർത്തയിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അല്ലെങ്കിൽ IAEA ഇൻസ്പെക്ടറുടെ തിരിച്ചുവരവ് പൂർണ്ണ സഹകരണമായി കണക്കാക്കാനാവില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ചില ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഇൻസ്പെക്ടർമാരെ അനുവദിക്കുന്നത് പൂർണ്ണ സഹകരണമല്ല എന്നും ചില സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം വിലക്കുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇറാനും IAEAയും തമ്മിലുള്ള ബന്ധത്തിൽ നിലവിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ IAEAയുമായുള്ള സഹകരണം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഇറാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ആണവ കേന്ദ്രങ്ങളിൽ IAEA നടത്തുന്ന നിരീക്ഷണ ക്യാമറകൾ നീക്കം ചെയ്യുകയും ഇൻസ്പെക്ടർമാർക്ക് പ്രവേശനം വിലക്കുകയും ചെയ്യുന്ന നിയമം ഇറാനിയൻ പാർലമെന്റ് പാസാക്കുകയും ചെയ്തു. ഈ നിയമത്തിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അംഗീകാരം നൽകുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അമേരിക്കയും ഇസ്രായേലും ആരംഭിക്കുമ്പോൾ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നാണ് ഇറാൻ പറയുന്നത്. IAEAയുമായുള്ള സഹകരണം ഭാഗികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഇറാന്റെ ഈ നീക്കം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ഇറാനും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു എന്നുകൂടി ഈ സമയത്ത് ചർച്ചയാകേണ്ടതുണ്ട്. അതിലേക്ക് വരാം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അതായത് IAEA ഇറാനും തമ്മിലുള്ള പ്രശ്നം പ്രധാനമായും ഇറാൻ ആണവ പദ്ധതിയുടെ സുതാര്യതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ രഹസ്യമായി ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഈ പ്രശ്നത്തിന്റെ കാതൽ പോലും. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ഇറാൻ എപ്പോഴും വാദിക്കുന്നു. 1950കളിൽ അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇറാൻ ആണവ പദ്ധതി ആരംഭിക്കുന്നത്. എന്നാൽ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായി തുടങ്ങി. 2000കളുടെ തുടക്കത്തിൽ ഇറാൻ രഹസ്യമായി ആണവ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നു വന്നു. 2003ൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ IAEA ആവശ്യപ്പെട്ടു. ആണവ പദാർത്ഥങ്ങളുടെയും ഉപകരണങ്ങളുടെയും സാന്നിധ്യം ഇവിടെ നിന്ന് കണ്ടെത്തിയെങ്കിലും ഇറാൻ സഹകരിക്കുന്നില്ലെന്ന് IAEA ആരോപിച്ചു. ഇതാണ് സംഘർഷങ്ങളുടെ എല്ലാം തുടക്കം. ഇറാന്റെ ആണവ പദ്ധതിക്ക് തടയിടാൻ അന്താരാഷ്ട്ര സമൂഹം കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇറാന്റെ സാമ്പത്തിക രംഗത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുമുണ്ട്. ഇറാൻ ചില ആണവ കേന്ദ്രങ്ങളിൽ IAEA ഇൻസ്പെക്ടർമാർക്ക് പ്രവേശനം നിഷേധിച്ചു. സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് ഈ സ്ഥലങ്ങൾ എന്നായിരുന്നു ആരോപണം. എന്നാൽ ഇത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് ഇറാന്റെ വാദം. ചില ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയ യുറേനിയം അംശങ്ങളുടെ ഉറവിടം വെളിപ്പെടുത്താൻ ഇറാൻ വിസമ്മതിച്ചു. ഇത് കൂടുതൽ സംശയങ്ങൾക്കാണ് വഴിവെച്ചത്. 2022ൽ ചില ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് IAEAയുടെ നിരീക്ഷണ ക്യാമറകൾ നീക്കം ചെയ്യാൻ ഇറാൻ തീരുമാനിച്ചിരുന്നു. ഇത് നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയായി. 2015ൽ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ഒരു കരാർ ഒപ്പുവെച്ചു. ഇറാനും ലോകശക്തികളും അതായത് അമേരിക്ക, ചൈന, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി തമ്മിലായിരുന്നു ഈ കരാർ. ഈ കരാർ പ്രകാരം ഇറാൻ ആണവ പദ്ധതിയുടെ വ്യാപ്തി കുറയ്ക്കുകയും പകരം അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഭാഗികമായി നീക്കം ചെയ്യുകയും ചെയ്യാമെന്നാണ്. എന്നാൽ 2018ൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്നും പിന്മാറിയതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി. അമേരിക്ക ഉപരോധങ്ങൾ ശക്തമാക്കുകയും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പോലുള്ള ആണവ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. നിലവിൽ IAEAയും ഇറാനും തമ്മിൽ സഹകരണത്തിനുള്ള സാധ്യതകളും വളരെ കുറവാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകണമെന്നും കൂടുതൽ സുതാര്യത കാണിക്കണമെന്നും IAEA ആവശ്യപ്പെടുന്നു. അതേസമയം അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാതെ പൂർണ്ണമായും സഹകരിക്കില്ലെന്ന് ഇറാനും നിലപാടെടുക്കുന്നു. ഈ സാഹചര്യം പശ്ചിമേഷ്യയിലും ലോകത്തും വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള ഇറാന്റെ ബന്ധം വഷളായതിനു പിന്നിൽ ഈ സംഘടനയിൽ അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കുമുള്ള സ്വാധീനം ഒരു പ്രധാന കാരണമായി ഇറാൻ കാണുന്നുണ്ട്. ഇത് വെറും ഒരു ആരോപണം മാത്രമല്ല, മറിച്ച് വർഷങ്ങളായി നിലനിൽക്കുന്ന ചില വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇറാൻ ആണവ പദ്ധതിയുടെ സമാധാനപരമായ ഉദ്ദേശങ്ങളെ സംശയിക്കുന്നതിൽ IAEAയുടെ നിലപാട് പലപ്പോഴും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആശങ്കകളുമായി യോജിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ഇറാന്റെ പ്രധാന ആരോപണത്തിന്റെ കാരണം. അമേരിക്കൻ സ്വാധീനം വളരെ
വലുതാണ്. അതായത് IAEAയുടെ ഒരു സ്വതന്ത്ര സംഘടനയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടുകളുടെ വലിയൊരു ഭാഗം നൽകുന്നത് അമേരിക്ക എന്ന രാഷ്ട്രമാണ്. ഇത് നയപരമായ തീരുമാനങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനവും നൽകുന്നുണ്ട്. കൂടാതെ IAEAയുടെ തലപ്പത്ത് വന്ന പല ഉദ്യോഗസ്ഥരും പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുള്ളവരുമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സംഘടന പ്രവർത്തിക്കുന്നു എന്ന തോന്നൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇറാൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചില രേഖകൾ ചോർത്തി നൽകിയത് വലിയ വിവാദമായിരുന്നു ഒരു കാലത്ത്. ഈ രേഖകൾ പിന്നീട് IAEAയുടെ അന്വേഷണങ്ങൾക്ക് ആധാരമായി. രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് ഒരു രാജ്യത്തെ ചോദ്യം ചെയ്യുന്നതിനെ ഇറാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്തു. ഇത് IAEA ഒരു പക്ഷം പിടിക്കുന്നു എന്ന ഇറാന്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. അടുത്തത് IAEA പുലർത്തുന്ന ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്നത്. ആണവായുധങ്ങളുടെ കാര്യത്തിൽ IAEA സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നയമാണ് ഇറാന്റെ അവിശ്വാസത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. ആണവ നിർവ്യാപന കരാർ, അതായത് NPT അംഗമായിരുന്നിട്ടും ഇറാനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും അതേസമയം NPTയിൽ ഒപ്പുവെക്കാത്തതും ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നതുമായ ഇസ്രായേലിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതും ഈ വാദത്തിന്റെ ബലം നൽകുന്നുണ്ട്. ആണവായുധങ്ങൾ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും വാദിക്കുമ്പോൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം വികസിപ്പിക്കാനുള്ള ഇറാന്റെ അവകാശത്തെയാണ് അവർ നിഷേധിക്കുന്നത്. IAEA അടക്കമുള്ള സംഘടനകൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും താല്പര്യത്തിനനുസരിച്ച് തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ഇറാനോട് മാത്രം ഇത്രത്തോളം വിദ്വേഷപരമായി പെരുമാറുന്നത്? ആണവശക്തിയല്ലാഞ്ഞിട്ടും ആണവായുധം അടക്കമുള്ള പല മാരകായുധങ്ങളും ഇസ്രായേലിന് അമേരിക്ക കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അടക്കമുള്ള ആഗോള സംഘടനകൾ അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും സ്വാധീനത്തിലാണെന്ന വാദം വളരെ കാലമായി നിലനിൽക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഈ വാദത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇറാനും ഇസ്രായേലും ആണവ വിഷയത്തിൽ നേരിടുന്ന സമീപനങ്ങളിലെ വ്യത്യസ്ത നിലപാടാണ്. അതായത് ഇറാൻ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അവകാശപ്പെടുമ്പോഴും IAEAയും പാശ്ചാത്യ രാജ്യങ്ങളും ആ നിലപാടിനെ സംശയത്തോടെ മാത്രമാണ് നോക്കിക്കാണുന്നത്. അതിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, 2000കളുടെ തുടക്കത്തിൽ ഇറാൻ രഹസ്യമായി ആണവ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് രാജ്യത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു. രണ്ടാമത്തത്, IAEA ഇൻസ്പെക്ടർമാർക്ക് ചില ആണവ കേന്ദ്രങ്ങളിൽ പ്രവേശനം നിഷേധിക്കുകയും ആവശ്യമായ രേഖകളും വിവരങ്ങളും നൽകുന്നതിൽ കാലതാമസം വരുത്തുകയും ചെയ്തത് സംശയങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള കാരണമായി. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഈ ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക മേഖലയെ തളർത്തുകയും ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തു. ഇറാനുമായുള്ള സമീപനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇസ്രായേലിന്റെ കാര്യങ്ങളെന്ന് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അതായത് ആണവ നിർവ്യാപന കരാറിൽ, അതായത് ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടില്ലാത്തതിനാൽ അവരുടെ ആണവ നിലപാട് വളരെ രഹസ്യാത്മകമാണ്. ആണവായുധങ്ങൾ ഉണ്ടെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി ഇതുവരെ സമ്മതിക്കുന്നില്ല, എന്നാൽ ഇല്ലെന്ന് നിഷേധിക്കുന്നുമില്ല. ഈ നിലപാടിനെ ആംബിഗ്യൂറ്റി പോളിസി എന്നാണ് വിളിക്കുന്നത്. IAEAയോ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളോ ഇസ്രായേലിന്റെ ആണവ നിലപാടുകളെക്കുറിച്ച് കാര്യമായ അന്വേഷണങ്ങളൊന്നും നടത്താൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ശക്തമായ രാഷ്ട്രീയ പിന്തുണയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്ക ഇസ്രായേലിന് സൈനികമായും സാമ്പത്തികമായും വലിയ പിന്തുണ നൽകുന്നുണ്ട്. ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകുന്നുണ്ടെന്ന ആരോപണങ്ങൾ ശക്തവുമാണ്. ഇത് ഇരട്ടത്താപ്പാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു രാജ്യത്തെ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കുകയും മറ്റൊരു രാജ്യത്തെ സംശയത്തിന്റെ പേരിൽ ഉപരോധിക്കുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര നീതിക്ക് നിരക്കാത്തതാണെന്നാണ് അവരുടെ വാദം. അത് വളരെ കൃത്യമാണെന്ന് തോന്നുന്നു, അല്ലേ? IAEAയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും പൂർണ്ണമായും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോഴും അവയ്ക്ക് തങ്ങളുടെ അംഗരാജ്യങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പ്രയാസം തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്കയെ പോലെയുള്ള ലോകശക്തികൾക്ക് ഈ സംഘടനയിൽ വലിയ സ്വാധീനമുണ്ട്. സാമ്പത്തിക സഹായങ്ങളും നയതന്ത്ര ബന്ധങ്ങളും ഉപയോഗിച്ച് അവർ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ കാണുന്ന ഈ വിവേചനം അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ സങ്കീർണതകളുടെയും ചില രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ പ്രാധാന്യം നേടുന്നതിൻ്റെയും പ്രതിഫലനം തന്നെയാണ്, അല്ലെങ്കിൽ മികച്ച ഉദാഹരണമാണ് നമുക്ക് മനസ്സിലാക്കാം. ഇത് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് IAEA വിശ്വസിക്കാൻ ഇറാൻ കൂട്ടാക്കാത്തത്. അപ്പോൾ ഇറാന്റെ നയം ശരിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് മുഴുവൻ കേട്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.